ഫ്രണ്ട്സ് KMMLന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. കൂടെ കാണാം. ഏപ്രിൽ 16 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് നോട്ടിഫിക്കേഷൻ നമ്പർ കാണാം. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് 2 വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഏപ്രിൽ 16 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 30 വരെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളും വേക്കൻസികളും അതുപോലെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയർ ഒരു വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ്. ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടത്. BA or BTech ഒക്കെ പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 3 year എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒരു വേക്കൻസി ഉണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്ലാസ്സിലൂടെ മിനിമം 3 year എക്സ്പീരിയൻസ് വേണം. അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും മിനിമം 3 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. സിവിൽ എഞ്ചിനീയറിംഗ് ഒരു വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് സിവിലിൽ ഫസ്റ്റ് ക്ലാസ് BA or BTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനിലോ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കെമിക്കൽ എഞ്ചിനീയർ ഉണ്ട്, ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 40,000 per month ആയിരിക്കും നിങ്ങൾക്ക് റെമ്യൂണറേഷൻ കിട്ടുക. അപ്പർ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 41 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1/4/2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. 41 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SC ST OBCക്കൊക്കെ നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫൊക്കെ ആണെങ്കിൽ 200 KB കൂടാൻ പാടില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. സിഗ്നേച്ചർ ആണെങ്കിൽ 50 KB കുറവായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മറ്റ് ജനറൽ ഇൻസ്ട്രക്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി അല്ലെങ്കിൽ SMS വഴി അല്ലെങ്കിൽ ഫോൺ വഴി നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അത് ഡിപ്പെൻസ് ഓൺ നമ്പർ ഓഫ് ആപ്ലിക്കേഷനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ GOC ജില്ലാൻ്റെ ഹോം പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സിലൂടെ KMML കാണാം. ഇനി കേരള ജോബ്സിലൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ KMML എഞ്ചിനീയർ ജോബ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ആക്കാം. അങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് കാണാം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൂടെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപേക്ഷാ ഫോമാണ് ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ നമ്മുടെ പേരും നമ്മൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിവിൽ ഏതാണ് മെക്കാനിക്കൽ ഏതാണെന്ന് നിങ്ങൾ അനുസരിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, മൊബൈൽ നമ്പർ, അങ്ങനെ ബേസിക് കാര്യങ്ങളാണ്. ഇതിലൊന്നും വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കുക. എന്നിട്ടായി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ബ്ലൂ കളർ കാണുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ, നിങ്ങൾ ഫോണിലാണെങ്കിൽ ടച്ച് ചെയ്താൽ മതി. ഇനി കമ്പ്യൂട്ടറിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ഭാഗമാണ് വരിക. അതിൽ നമ്മൾ ഓപ്പൺ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ എന്ത് ചെയ്യും, അപ്ലോഡ് ആയിക്കോളും. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലോഡിങ് കൂടെ. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ നെയിം കൂടെ കാണിക്കാൻ പറ്റും. അപ്പോൾ SLC കഴിഞ്ഞിട്ട് അതിന് ശേഷം +2 ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആഡ് എന്നുള്ള ഭാഗം കൊടുക്കാം. അപ്പോൾ ആഡ് എന്ന് കൊടുത്താൽ അടുത്ത ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുക്കാം. +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒറിജിനൽ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ അടുത്തത് വീണ്ടും ആഡ് കൊടുക്കാം. അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. അതിനുശേഷം വർക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇതിൽ കൊടുക്കേണ്ടത്. അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഇതാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോഗ്രാഫ് ഇവിടെയും സിഗ്നേച്ചർ അതിൻ്റെ താഴെയും ഈ ബ്ലൂ കളറിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇതിലേക്ക് അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.